അല്ല ഗൈസ്, നമ്മളൊരു പുത്തൻ വണ്ടി എടുക്കാനായിട്ട് പോകണം കേട്ടോ. ഈ കിടക്കണതാണ് നമ്മുടെ BMW ആണ് ഗീസ് നമ്മുടെ വണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വണ്ടി കൊണ്ട് നമുക്ക് പോവാം. ഈ വണ്ടി കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പല്ല ഗീസ്. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ കൈകാട്ടാൻ കിട്ടുന്നതാണ്. ഓക്കെ, സൗണ്ടൊന്ന് ചേർത്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞേക്കൂല. വഴിയാണെങ്കിൽ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഈ റോഡ് അറിയില്ല നീ. ഓക്കെ, വണ്ടി എടുത്ത് അങ്ങ് പോയേക്കാം. തല എവിടെയൊന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും സബ് അടിക്കുക. ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ എല്ലാവരും സബും ലൈക്കൊക്കെ അടിച്ചു വെക്കുക. നമ്മൾ എന്നും വീഡിയോസൊക്കെ ഇടും. എന്നുമല്ല, ചിലപ്പോൾ വീഡിയോ ഇടാൻ പറ്റില്ല, പഠിക്കണമല്ലോ ഗീസ്. നമുക്ക് പറപ്പിച്ചും ഇടാൻ പറ്റൂല ഗീസ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ CPM കളിക്കുന്നത്. അപ്പം അതിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പറഞ്ഞില്ലേ, ഫസ്റ്റ് തന്നെ പോയിട്ട് പറപ്പിക്കുകയാണ് ഈ വണ്ടി. ഒന്നാമതെൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി കൂടെയാണ്. പിന്നെ വണ്ടി എങ്ങനെ ഇടിച്ചാലുള്ള അവസ്ഥ ആണല്ലോ ഗീസ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വണ്ടി കിടക്കണേന്നാണ് നിങ്ങളോട് പറഞ്ഞത്. ഈ വണ്ടി നമ്മുടെ കൂട്ടുകാരെ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. ഓക്കെ, ഓക്കെ ഗീസ്. ഓക്കെ ഗീസ്, നമ്മുടെ മറ്റേ എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി അവൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ടെന്നാണ് എന്നോട് അവൻ പറഞ്ഞത്. വന്നിട്ടാണ് അവൻ വണ്ടി എടുത്തുകൊണ്ട് പോയൊക്കെ നമുക്ക് പോയി നോക്കാം. അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. പ്ലസ് എന്നോട് ഒരു കാര്യം പറയായിരുന്നു, മറ്റേ അവൻ്റെ വണ്ടി ഇത് നൈസായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നായിരുന്നു പറഞ്ഞത്. ഗ്ലാസ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഗ്ലാസ് മാത്രമാണ് പൊട്ടിയിട്ടുള്ളൂ ഗീസ്. വേറെ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നമുക്കാണ് മോഡിഫിക്കേഷൻ ചെയ്യാനുള്ളതാണ് ഗീസ്. ഓക്കെ, ഓക്കെ, ഇത് വേണം നമുക്കൊന്ന് മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ. ഓക്കെ, നമുക്ക് വണ്ടി എടുക്കാവുന്ന വണ്ടി ഇറക്കേണ്ടത് അതിൽ കൂടെയാണ്. ഓക്കെ, ഓ സൈഡൊക്കെ ഇടിച്ചിട്ടുണ്ട്. വണ്ടിയുടെ സൈഡ് നൈസായിട്ടൊന്നും ഒരഞ്ഞിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ വണ്ടി നൈസായിട്ട് അങ്ങ് ഇറക്കി. നമുക്ക് വണ്ടി പണിയാനടുത്തേക്ക് പോയാലോ. നമുക്ക് ആദ്യം ഇവിടെ നിർത്തിയിട്ട് മാർക്ക് ചെയ്തിട്ട് പോവാം ഗീസ്. ഇവിടെയാന്ന് തോന്നണു. അതിന് എന്നിട്ട് വേണേ സിറ്റി 1 വരെ പോകാനൊന്നും എനിക്ക് വയ്യടേ. സെറ്റ് ഗീസ്. ഒരു ഗീസ്. ഓക്കെ ഗീസ്, നമ്മൾ ചെറിയ സെറ്റിങ്സിൽ കയറി ഒരു കാര്യം ചെയ്യാൻ പോയതാണ്. എനിക്ക് ഇപ്പോഴാണ് സോഫ്റ്റ് ചെയ്തത്. പറപ്പിച്ചും ഗീസ്. വണ്ടിയുടെ സൗണ്ട് കണ്ടില്ല. വണ്ടി എടുത്തിട്ട് നമ്മൾ ഓടിച്ചു നോക്കിയില്ല. അയ്യോ നിങ്ങൾ കണ്ടോ, ഫസ്റ്റ് എനിക്ക് ചെറിയൊരു പ്രശ്നം കിട്ടി. ഒന്നും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് വണ്ടി കൊണ്ടുപോയി പണിയാൻ കയറ്റും. ഓക്കെ ഗീസ്, ഇവിടെ തന്നെയാണ് പണിയണേന്ന് തോന്നുന്നു. എന്തോ പെട്രോൾ പമ്പൊക്കെ പോലെ തന്നെയുണ്ട്. പൈസ പൊട്ടുമെന്ന് തോന്നുന്നു, അത്യാവശ്യം പൈസ പൊട്ടുമെന്ന് തോന്നുന്നു. അതൊന്നും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് നേരെ കയറ്റിങ് പണിയാം. ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടി പണിഞ്ഞ് ഇറക്കി. ഓക്കെ, അടിച്ചു പോയോ. വണ്ടി നമ്മൾ നൈസായിട്ട് ഇങ്ങ് പണിഞ്ഞു. സൈഡൊക്കെ ശരിയായില്ലേ ഗീസ്. ചെറിയ ലാഗുണ്ട് ഗീസ്, ലാഗുണ്ട്. അപ്പോൾ ഗീസ് നമ്മളെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ലാഗൊക്കെ ഉണ്ട് ഗീസ്. നമ്മളിപ്പോൾ വണ്ടി നയിച്ചിട്ട് പണിയൊക്കെ ചെയ്തു. ഇനി നമുക്ക് വണ്ടി എടുത്തുന്ന ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവിന് പോകാം. പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇച്ചിരി പേടിക്കുകയൊക്കെ ചെയ്യണം ഗീസ്. പേടിക്കുമെന്ന് പറഞ്ഞാൽ
പേടിയല്ല, പേടിയെന്ന് പറഞ്ഞാലേ മറ്റേ പേടിയാണെങ്കിൽ അയ്യോ ഹാൻഡ് ബ്രേക്ക് പണ്ടാരെ ഹാൻഡ് ബ്രേക്കിലായിപ്പോ ഗീസ്. ഓക്കെ ഗീസ്, നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്കൊരു വീട് വാങ്ങണം ഗീസ്. ഓക്കെ, നമുക്കൊരു വീട് വാങ്ങണം. നമുക്കിവിടെ നിർത്തിയിട്ട് നമ്മുടെ കൂട്ടുകാരനോടൊരു വീട് സെയിലിങ്ങിന് തോന്നുന്നു ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഗീസ് ഇതാണ് നമ്മുടെ പുത്തൻ വീഡിയോ, അല്ല വീട്. ഓക്കെ, എല്ലാവർക്കും അറിയുമോയെന്നറിയില്ല. ഇത് നവൻ വൈറ്റി എന്ന് പറഞ്ഞ യൂട്യൂബറിൻ്റെ പണ്ടത്തെയാണ് ഈ വീട്. ഓക്കെ ഓക്കെ നവൻ വൈറ്റി എന്ന് പറഞ്ഞ ആളുടെ വീടാണ് നമ്മൾ വാങ്ങിച്ചത്. ഓക്കെ, ഇത് ഇവിടെ ഒരു കാറ് കിടക്കുന്നുണ്ട്, അത് ആരുടെ കാറാണോ എന്തോ. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇതെൻ്റെ കാർ തന്നെയാണ്. അത് ഇവിടെ ഒരു ഇതൊന്നും നടക്കണ്ടല്ലോ. ഇതെൻ്റെ കാർ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ കാർ തന്നെയാണ് കേട്ടോ, ആരും തെറ്റിയിരിക്കേണ്ട, നമ്മുടെ കാർ തന്നെയാണ്. എടേ വണ്ടി നമ്മൾ അത്യാവശ്യം നല്ല, പിന്നെ നമുക്ക് വേണം, നമ്മൾ എന്തായാലും നമ്മുടെ വണ്ടിയിലേക്ക് ഇത് കൊടുക്കണ്ട കേട്ടോ. നമ്മുടെ ഈ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഗ്ലാസിൻ്റെ അവിടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിനകത്ത് എന്തായാലും നമുക്കൊരു പേര് കൊടുക്കണം. ഇത് നല്ല പവറാണ് കേട്ടോ ഞാൻ കയറ്റി വെച്ചേക്കണേ. നമ്മുടെ അത്യാവശ്യം നല്ല ഇതുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ പുത്തും വീടൊക്കെ വാങ്ങിച്ചിട്ടു. നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ല എഡിറ്റിംഗ് ഒക്കെ ചെയ്തു. പക്ഷെ വണ്ടി നൈസായിട്ട് അത് തന്നെ നമുക്ക് ബാക്കിലേക്കാണ് പോകേണ്ടത്. ഈ വണ്ടിയാണെങ്കിൽ ഈ വണ്ടിയൊന്നും വളച്ചെടുക്കാൻ നല്ല കഷ്ടപ്പെടൂലോടെ. ഈ വണ്ടി എന്തായാലും നമുക്ക് മാറ്റണം. ഇവിടെ എല്ലാ വണ്ടിയും പിന്നെയും തന്നെ ഓടിക്കാൻ ഒരു രസമില്ലല്ലോ, അത് കാരണമാണ്. ഞാൻ പോയിട്ട് വണ്ടി ഒന്ന് സ്റ്റോക്ക് ആക്കട്ടെ, എൻജിനൊക്കെ ഒന്ന് സ്റ്റോക്ക് ആക്കണം. പുത്തൻ വീട് കാണിച്ചെന്നില്ലല്ലോ, വീട് കാണിച്ചിരുന്നത് നമ്മളന്ന് അവൻ വൈറ്റ് എന്ന് പറഞ്ഞ യൂട്യൂബറില്ലേ, അവൻ്റെ വീടാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, പുത്തൻ വീട് വാങ്ങുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ്റെ അജീഷ് എന്ന് പറഞ്ഞവൻ്റെയൊക്കെ വീട് ഇവിടെ ഉണ്ട്. അജീഷല്ലാട്ടോ, വിജീഷാണ് പേര് മാറി വീട്. എൻ്റെ ഈ വണ്ടിയാണെങ്കിൽ പറക്കുകയും ചെയ്യണം. ഇത് നമ്മുടെ വീട് എവിടെയെന്ന് കാണിച്ചില്ല. നമ്മുടെ വീട് ഇവിടെ ആയിട്ട് വണ്ടി ഇരിക്കണം. വണ്ടിക്ക് ഇച്ചിരി പവർ കൂടുതലാണ്, അതൊന്നും നമുക്ക് മാറ്റാം. അതിവിടെ മൊബൈലിൽ കയറിയാൽ എന്തോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതല്ല എടി, ഇതിനകത്ത് എന്തോ ചെയ്യാൻ പറ്റൂടാ, എനിക്കറിയാമായിരുന്നു. നമ്മളത്യാവശ്യം പ്രോയാണ് ഇതിനകത്ത്. എടാ, ടയറൊന്നും ഞാൻ മാറ്റിയില്ലല്ലേ. ടയറൊക്കെ നമുക്ക് പിന്നെ മാറ്റാം. ഈ ടയറൊന്നും ഞാൻ മാറ്റത്തില്ലെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഇച്ചിരി പവർ കൂടുതലാണ്. ഈ ടയറും കൂടെ മാറ്റി അടുത്ത് പണി കിട്ടും. നമ്മുടെ വീട് ഇവിടെയാണ് അടിക്കീസ്. നമ്മുടെ വീട് ഇവിടെയാണ്. ഈ നേരെ കാണാണ് നമ്മുടെ വീട്. അയ്യോ എടി പണ്ടാരങ്ങൾ, ഈ വണ്ടിയുടെ പവർ എനിക്കറിയില്ല. ഈ വണ്ടിയാണെങ്കിൽ എടി എൻ്റെ അളിയനിങ്ങനത്തെ വണ്ടിയിലെന്ന് വിചാരിച്ച് എൻ്റെ മേത്തേക്ക് ബെൻസ് എടുത്തുകൊണ്ടെങ്കിൽ വന്നേക്കുവാണ് എനിക്ക് കേട്ടോ. ഇതാണെങ്കിൽ നമ്മുടെ വീട് കേട്ടോ, ഇതാണ് നമ്മുടെ വീട്. അയ്യോ വണ്ടി അറിയില്ല, ഇവന്മാരെയൊന്നും വിശ്വസിക്കാമല്ലേ. ഞാൻ ഈ വീഡിയോ വണ്ടി കയറില്ല. അയ്യോ ഞാൻ ഈ വണ്ടി ഒന്നും പറഞ്ഞില്ല
കഴിഞ്ഞിട്ട് കേട്ടോ. അല്ല ഗൈസ്, അപ്പോൾ നമ്മൾ പിന്നെ വന്നിരിക്കുന്നു, നമ്മൾ വണ്ടിയുടെ പവറൊക്കെ കൂട്ടിയിരിക്കുന്നു. സെറ്റ് ഗീസ്. ഓക്കെ, നമുക്ക് ഇതാണ് നമ്മുടെ വീട്. ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു, അതാണ് പ്രശ്നം. ഓക്കെ ഗീസ്, നമ്മൾ വണ്ടിയുടെ ഇത് ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി വണ്ടി കയറുമെന്ന് നോക്കട്ടെ കേട്ടോ. ഇപ്പം അത്യാവശ്യം നല്ല പവർ ഇങ്ങനെ നൈസായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ആക്കിയിട്ട് നമ്മൾ ഇതിന് മുമ്പ് ഇച്ചിരി സാധനങ്ങളൊക്കെ ഇല്ലേ നല്ല സെറ്റപ്പ് കിടക്കാറ്റി 50,000 രൂപയുടെ സാധനമൊക്കെ ആയിരുന്നു. എടി ഇനി ഒന്ന് കയറിയാൽ മതിയായിരുന്നു. ഓക്കെ. ഓ എൻ്റെ ആളിയോ, നമ്മുടെ ഈ വീട്ടിലെ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഇടിക്കാണ്ട് കയറ്റണം. എടി ഇവിടെ തന്നെ എത്തിയേ. എൻ്റെ പൊന്നളിയാ, ഈ വണ്ടി കയറ്റാൻ ഇത്രയും പാടുമോ? ഒരു മിനിറ്റ് ഇത് അങ്ങനെ നമ്മൾ കയറ്റിയിട്ടോ, അതെന്തോ നൈസായിട്ട് അവിടെ തട്ടി വയ്ക്കുമായിരുന്നു, അതാണ് പ്രശ്നം. ഓക്കെ, നമുക്ക് ഈ വണ്ടിക്ക് ഒരു ചെറിയൊരു പേരൊക്കെ കൊടുക്കണം. പേരെന്താന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, തുറക്കടാ. ഓട്ടോമാറ്റിക്കാട്ടോ ഈസ്, പേടിക്കുന്ന കേട്ടോ. വണ്ടി നമ്മൾ നൈസായിട്ട് പണിഞ്ഞിട്ടും കൂടി ഉണ്ട്. നമുക്കൊന്ന് വണ്ടി വാഷ് ചെയ്യണം. വാഷൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ഫ്രം റോയൽ റീഫ്ലക്സ്.